ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൗത്ത് അൾസേഴ്സ് അഥവാ വായ്പുണ്ണിനെ കുറിച്ചിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ട് എനിക്ക് വരുന്നു, അതുപോലെ തന്നെ എങ്ങനെ അത് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫോളേറ്റ് വൈക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ റിഫൈൻഡ് ഫ്ലോറുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. മൈദ പോലെയുള്ളവയൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ ലീക്കി ഗട്ട്സ്, IBS, ഗട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഫോളേറ്റ് വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ആഗിരണം കറക്റ്റായിട്ട് നടക്കത്തില്ല. പിന്നെ നമുക്ക് ഫോളേറ്റും വൈറ്റമിൻ B12 ധാരാളം അടങ്ങിയ ഫുഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഫോളേറ്റ് ധാരാളം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇലക്കറികളിലൊക്കെ ധാരാളം ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് സ്പിനച്ച് മുതലായവയിലൊക്കെ ധാരാളം ഫോളേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ B12 വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. വൈറ്റമിൻ B12 ഏറ്റവും കൂടുതൽ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ കക്കറിച്ചിയാണ്. കക്കറിച്ചിയിൽ ധാരാളം വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം